ആണിനെ പീഡിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആൺകുട്ടികൾ മറ്റു പലർക്കും വഴങ്ങേണ്ടി വരുന്ന ഒരു പ്രവണതയുണ്ട്. ഒരുപാട് പുരുഷന്മാർക്കും ഇതേപോലെയുള്ള മോശം അതെന്താണ് ആരും പറയാത്തത്? സിനിമ ഉള്ളിടത്തോളം കാലം എന്ന് സിനിമ തുടങ്ങിയോ അന്ന് ഈശ്വൻ യൂസ് ചെയ്തു അങ്ങനത്തെ ആളാണ്, പെൺകുട്ടിയെ യൂസ് ചെയ്തു അങ്ങനത്തെ ആളാണ് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഒരു പുരുഷനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരുപാട് കഥകൾ എൻ്റെ അടുത്ത്. പക്ഷെ സ്ത്രീകളും ഒരുപാട് അതിൻ്റെ ഒരു കുറ്റക്കാരാണെന്ന് ഞാൻ പറയുള്ളൂ. ആ ബലാത്സംഗം ചെയ്തു എന്നത് തെളിയിക്കണം. തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയുടെ മുഖം അവർ കവർ ചെയ്യുകയും പുരുഷന്റെ മുഖം സമൂഹ മധ്യത്തിൽ പ്രകടമാക്കി കാണിക്കുകയും ചെയ്യുന്ന എന്ത് പ്രവണതയാണ്? വെൽക്കം ബാക്ക് മേഴ്സി ബാൻ ന്യൂസ്. ഇന്ന് നമ്മോടൊപ്പം സാമൂഹിക പ്രവർത്തകയും സംവിധായികയുമായിട്ടുള്ള, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മയിരെന്ന് വിളിക്കലിനെ ചേട്ട ആ പാട്ടിൻ്റെ വക്താവുമായിട്ടുള്ള പ്രിയ ഷൈൻ മാഡമാണ്. ഒരു സിനിമാ സംവിധായിക അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തക എന്നുള്ള നിലയിൽ ഈ കാസ്റ്റിംഗ് കൗച്ചിനെ എങ്ങനെയാണ് ചേച്ചി നോക്കിക്കാണുന്നത്? സ്ത്രീകളോടുള്ള സമീപനം പ്രൊഡ്യൂസർമാരും അതുപോലെ തന്നെ ഡയറക്ടർമാരും കാണിക്കുന്നത് ഒരു മോശമായിട്ടുള്ള അനുഭവങ്ങൾ. ചേച്ചി ഒരു സ്ത്രീയാണ്, സാമൂഹിക പ്രവർത്തകയാണ്, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആൾ കൂടിയാണ്. ചേച്ചിക്ക് ഇതേപോലെയുള്ള എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? കാസ്റ്റിംഗ് കൗച്ച് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാണ്. ഞാനൊരു ഡയറക്ടറാണ്. പിന്നെ ഈ സിനിമ ഉള്ളിടത്തോളം കാലം എന്ന് സിനിമ തുടങ്ങിയോ അന്ന് ഈ പേരിലല്ല കാസ്റ്റിംഗ് കൗച്ച് എന്നൊന്നും അല്ല അന്ന് അത് അറിയപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ അത് വിളിപ്പേരൊന്നും ഉണ്ടായിരുന്നില്ല. ശാരദാമ്മ അല്ലെങ്കിൽ ശീലാമ്മ ആ ഒരു കാലഘട്ടം എന്ന് സിനിമ ഉണ്ടായോ ആ സിനിമ തൊട്ടേ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഈ കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും പുരുഷന്റെ ആധിപത്യം ആണിനെ പീഡിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആൺകുട്ടികൾ മറ്റു പലർക്കും വഴങ്ങേണ്ടി വരുന്ന ഒരു പ്രവണതയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ചോദിച്ചു കഴിയുമ്പോൾ, അങ്ങനെ ഒരു കാര്യത്തിന് ചോദിച്ചു കഴിയുമ്പോൾ പറ്റില്ല എന്ന് നെഞ്ചുറപ്പോടെ പറയാൻ ഏതൊരു സ്ത്രീക്കും പറ്റും. പറ്റില്ല എന്ന ആണ് എങ്കിൽ അവർക്ക് ആ സിനിമയിൽ റോള് കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ഡയറക്ടർ, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സിനിമയിൽ എനിക്ക് തന്നെ ഞാൻ ക്യാരക്ടർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെയധികം മാന്യതയോടെയാണ് ചാനലുകാരായാലും അതുപോലെ തന്നെ സിനിമാ മേഖലയിലായാലും എല്ലാവരും എന്നോട് ഇടപെട്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രമുഖ ഒരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിന് എന്നെ വിളിക്കുന്നു. അദ്ദേഹം കയറി ചെല്ലുമ്പോഴേ അതിൻ്റെ ഓണർ അവിടെ ഉണ്ടായിരുന്നു, മേധാവി. പ്രണാമം മാഷേ എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് കൈകൂപ്പി പ്രണാമം എനിക്കും തന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു, അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോയി. ഏതാനും 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു സ്ത്രീ ആ ചാനലിനെതിരെ തന്നെ സെക്ഷൽ യൂസ് ചെയ്തു, അങ്ങനത്തെ ആളാണ്, പെൺകുട്ടിയെ യൂസ് ചെയ്തു, അങ്ങനത്തെ ആളാണ് എന്ന് പറഞ്ഞ് കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനാണ് ഇങ്ങനാണ്, അദ്ദേഹം ഇങ്ങനാണ്, മറ്റേ പോലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്ന് അരമണിക്കൂർ മിച്ചം ഇൻ്റർവ്യൂ എടുത്തിട്ട് എനിക്കത് നേരിടാതിരുന്നത്? എന്നോട് വളരെ ബഹുമാനത്തോടെ, ആ മാഷിനെ കുറിച്ച് ഇപ്പോഴും ഞാൻ പറയുമ്പോൾ വളരെ ബഹുമാന്യനായ ഒരു വ്യക്തി എന്നേ ഞാൻ പറയുള്ളൂ. ഏത് വ്യക്തിയാണെന്ന് പറയാമോ? അത് ഏത് വ്യക്തിയാണ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. പേര് ഓർമ്മയില്ല, പക്ഷേ ചാനൽ ABC ചാനലാണ്. എനിക്ക് സാറിന്റെ പേര് മറന്നുപോയി. അത് ഞാൻ വളരെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് അദ്ദേഹം കാണിച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനെ നിൽക്കുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് വരുന്ന ആറ്റിറ്റ്യൂഡ് എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം ഞാൻ പറയുന്നത്. പിന്നെ ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല മാഷേ, ഇത് കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയും. ഏത് പ്രൊഫഷനിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈയിടെ കേൾക്കുകയുണ്ടായി, സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോൾ റൂമിൻ്റെ പുറത്ത് വന്ന് നിന്ന് തട്ടി ആ വാതിൽ അകത്തേക്ക് വീണു പോവോ എന്നൊരു രീതിയിൽ ഭയചകിതയായിരുന്നു. ഇതിൻ്റെ അകത്തൊന്നും ഒരു കഴമ്പുമില്ല. കാരണം ഒന്നെങ്കിൽ സുരക്ഷിതത്വത്തോടെ പേരൻസിനെ കൂട്ടിയിട്ട് അഭിനയിക്കാൻ വരാം, ഇല്ലെങ്കിൽ നോ പറയേണ്ടടുത്ത് ശക്തമായി ഒരു സ്ത്രീ നോ പറഞ്ഞാൽ ഏതൊരു പുരുഷനും ആ പുരുഷന്റെ പരിധിക്കുള്ളിൽ നിൽക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും പുരുഷനെ മാത്രം കാസ്റ്റിംഗ് കൗച്ചിന് ഞാൻ കുറ്റം പറയില്ല. അതിന് സാധ്യതകളോ
അല്ലെങ്കിൽ അതിന് സമാനമായ എന്തെങ്കിലുമൊക്കെ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം, ഒരു 50%. പക്ഷെ 50% ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ആയിരിക്കാം. ചിലപ്പം സമീപന രീതികൾ ഉണ്ടാവില്ല എന്ന് പറയാം, ഉണ്ടാകാം. പക്ഷെ സ്ത്രീകളും ഒരുപാട് അതിൻ്റെ ഒരു കുറ്റക്കാരാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു ഉദാഹരണത്തിന് സെക്ഷലായിട്ട് ഒരേ സമയം സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരിക്കലും അവരവിടെ വ്യത്യസ്തതകളോ യാതൊന്നും കാണുന്നില്ല. അല്ല, അവർക്ക് ഇതില്ല, പ്രതികരണശേഷിയില്ല. അതെല്ലാം കഴിഞ്ഞ് തനിക്ക് റോള് തരുന്നില്ല എന്നറിഞ്ഞു കഴിയുമ്പോൾ അയാളുടെ പേര് അല്ലെങ്കിൽ അദ്ദേഹത്തെ മോശമാക്കുന്ന സ്ത്രീത്വത്തിന്റെ ആ പ്രവണതയോടെ എനിക്ക് തീർത്തും വിയോജിപ്പാണ്. എനിക്ക് യോജിപ്പില്ല. ബ്ലാക്ക് മെയിലിംഗ് തന്നെയല്ല, സ്ത്രീത്വം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതുപോലെ പുരുഷത്വം ഉണ്ടല്ലോ. അപ്പൊ പുരുഷന് മാത്രമാണ് ഇന്നത്തെ കാലഘട്ടം എന്താണ്, സ്ത്രീ എന്ത് വിളിച്ചു പറയുന്നു അതാ. ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ഡയറക്ടറെ മോശമാക്കാനായിട്ട് ഒരു സ്ത്രീയുടെ ഒരു നാക്കൊന്ന് ചരിച്ചാൽ മതി. സ്ത്രീകൾക്ക് എന്താ പറയാ, ഒരുപാട് നിയമങ്ങളും നിയമസാധ്യതകളുമുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടി ആകെ ഉള്ളത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ AKMA എന്ന് പറയുന്ന ആ ഒരു സംഘടന മാത്രമാണുള്ളത്. ജുഡീഷ്യറി എന്ന് പറയുന്നത് എല്ലാ ഹ്യൂമൻസിനും ഒരേപോലെയാണല്ലോ. അല്ല, ജുഡീഷ്യറി മീൻസ് അതല്ല ഞാൻ പറഞ്ഞു. ഒരു സംഘടന, സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ സംഘടനകൾ, ബഹുസംഘടനകളും. പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു സംഘടനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, സിനിമാ സംഘടനയല്ല ഉദ്ദേശിച്ചത്. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രരോദനങ്ങൾ, അവരുടെ വേദനകൾ, വ്യഥകൾ, ഇതൊക്കെ ഒന്ന് പറയാൻ ഒരു മീഡിയ, ഒരു തട്ടകം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സംഘടന, ഒരേ ഒരു സംഘടന. പുരുഷന്മാർക്ക് ഒരു സംഘടന ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ സംഘടനയിലെ മെമ്പറുമാണ്, പുരുഷന്മാരുടെ സംഘടനയിലെ മെമ്പറുമാണ്. വട്ടിയൂർ അജിത് കുമാർ സാറാണ്, വട്ടിയൂർക്കാവ് അജിത് കുമാർ സാറാണ് അതിൻ്റെ സാരഥി. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പറയുന്ന കാര്യം, ഒരുപാട് പുരുഷന്മാർക്കും ഇതേപോലെയുള്ള മോശം, അതെന്താണ് ആരും പറയാത്തത്? ഒരു സ്ത്രീ ഒരു പുരുഷനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരുപാട് കഥകൾ എൻ്റെ അടുത്ത്. അബലയാണ്, അമ്മയാണ് എന്നൊക്കെ പറയുന്നത് പോലെ സ്ത്രീപക്ഷം പറയാനായിട്ട് ഒരുപാട്. അല്ല, സ്ത്രീ അബലയാണ്, അമ്മയാണ് എന്ന് പറയുന്ന പോലെ പുരുഷൻ അച്ഛനാണ്, സഹോദരനാണ്, കൂട്ടുകാരനാണ്. അതായത് ചിന്തിക്കുന്നില്ല. ഈ സമൂഹത്തിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ ചാനലുകാരൊക്കെ ഒരുപാട് ആഘോഷിക്കുമ്പോഴും അതിന്റെ അകത്ത് സ്ത്രീയും പുരുഷനും കുറ്റക്കാരാണ്. മാഷെ, ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ, കോംപ്രമൈസിന് തയ്യാറാണോ, തയ്യാറല്ല. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ റോള് കിട്ടത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. റോള് വേണ്ട എന്ന് തീരുമാനിച്ച് തന്റെ പരിശുദ്ധിയിലല്ല, തന്റെ സ്ത്രീത്വത്തിലാണ് വിശ്വസിക്കുന്നത്. എല്ലാ സംവിധായകരും എല്ലാ പ്രൊഡ്യൂസർമാരും അതുപോലെയുള്ള ആളുകളല്ലല്ലോ, ഒരേ തട്ടിൽപ്പെടുത്താൻ പറ്റും. ഒരേ തട്ടിൽപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇവരെ ആരോപിക്കുന്നത് അങ്ങനെയാണ്. സിനിമാ മേഖല, സിനിമയിലാണോ? അതങ്ങനെ. ഈ സിനിമ മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സിനിമയിൽ മാത്രമല്ല, ഈ ലോകത്തിന്റെ എല്ലാ തൊഴിൽ മേഖലകളിലും, അധ്യാപകരുടെ രംഗത്തും, ഡോക്ടർമാരുടെ മേഖലയിലും, വക്കീലന്മാരുടെ മേഖലയിലും, ഭാഗ്യോദ്യോഗസ്ഥരുടെ മേഖലയിലും, എവിടെയും, സ്പോർട്സും എവിടെയും, ഈ ദേവാലയങ്ങളിലും മദ്രസകളിലും ഒക്കെ ഇല്ലേ, എവിടെയും ഇത് നടക്കുന്നുണ്ട്. പള്ളികളിലും ഒക്കെ നടക്കുന്നുണ്ട് ഇത്. ഈ സിനിമയിൽ മാത്രം ഇതിങ്ങനെ പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്താന്ന്. ഒരു സ്ത്രീ എന്ന നിലയിൽ ശക്തമായ പ്രതിഷേധവും ഉണ്ട് ഇങ്ങനെ. കാരണം നോ എന്ന് പറയേണ്ടടുത്ത് നോയും എസ് പറയേണ്ടടുത്ത് എസ് പറയാൻ അത്രയേ ഉള്ളൂ കാര്യം. അത് വലിച്ചു നീട്ടി വലിയൊരു സംഭവമാക്കിയെടുത്ത് പുരുഷന്മാരുടെ ആധിപത്യമാണ്. പുരുഷന്മാരെ മാത്രം അങ്ങനെ ആക്കുന്ന എന്ത് പ്രവണതയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിസ്സാര കാര്യം, ഒരു കുറ്റം ചെയ്തു, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കുന്നു. ആ ബലാത്സംഗം ചെയ്തു എന്നത് തെളിയിക്കണം. തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയുടെ മുഖം അവർ കവർ ചെയ്യുകയും പുരുഷന്റെ മുഖം സമൂഹ മധ്യത്തിൽ പ്രകടമാക്കി കാണിക്കുകയും ചെയ്യുന്നത് എന്ത് പ്രവണതയാണ്? പക്ഷേ ചില സ്ഥലങ്ങളിലെ ശബ്ദിക്കാൻ പറ്റാണ്ട്, അതായത് മാനം പോകും എന്ന് ഉള്ള ഭയം കൊണ്ട് സ്ത്രീകൾ പുറത്ത് പറയാതെ ഇരുന്ന് പിന്നെ അവർക്കൊരു അവസരം കിട്ടുമ്പോൾ അവർ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി വരിക, അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ചേച്ചി? അല്ല, എന്ത് വന്നെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു ദുരനുഭവം നേരിട്ടാൽ അത് പബ്ലിക്കിന്റെ മുമ്പിൽ അത് പറയുന്നത് അത് മാനം പോണ കാര്യമാണല്ലോ ഒരു സ്ത്രീയെ സംബന്ധിച്ച്. പക്ഷേ ഒരു കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയാണ്, ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് വീട്ടിൽ കല്യാണ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ, സിനിമാ മേഖലയിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായാൽ, അതിന് ഒരുപക്ഷെ തുറന്ന് സമൂഹത്തോട് പറയാനുള്ള ഒരു ഭയം ഉണ്ടാവുമല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പറയുന്ന ആള്, ഈ വ്യക്തി, ഒരു വ്യക്തിയെ നമുക്ക് എടുക്കാം. ആ വ്യക്തി മോശമായിട്ട് പെരുമാറി ആ പെൺകുട്ടിയെ യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിനുശേഷം അയാൾ വ്യക്തിപരമായിട്ട് വളർന്നു പോവുകയും ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുകയും, കാരണം ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ മനസ്സുകൊണ്ട് വേറൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയും വേറൊരു മെൻ്റൽ ഡിപ്രഷനിലേക്ക് പോകുമായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള
വിഷയങ്ങളെ ചേച്ചി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചിലപ്പോൾ സമൂഹത്തോട് തുറന്ന് പറയാൻ പറ്റാത്ത സ്ത്രീകളുണ്ടല്ലോ. പറയാൻ പറ്റാത്ത സാഹചര്യത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കപ്പെടുകയേ ചെയ്യുള്ളൂ. അതെ, ഇപ്പൊ തുറന്നു പറയാൻ ഇനി അഥവാ ഇങ്ങനെ വിവാഹ പ്രായത്തിൽ നിൽക്കുന്നു, വിവാഹ കഴിക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഈ അടുത്തൊരു സംവിധായകൻ പറയുകയുണ്ടായിരുന്നു, സ്വന്തം മകളും ഞാനും, അതായത് അമ്മയും മകളും വരെ എന്തിനും തയ്യാറാണ്, ഞാൻ ഈ പറയുന്ന സംവിധായകൻ കൂടി കിടക്കാൻ തയ്യാറാണെന്ന് വരെ പറഞ്ഞിട്ട് ഉള്ള ആളുകളുണ്ട് സിനിമാ അല്ല, മേഖലയിൽ. ആളുകൾ ഉണ്ടെന്നല്ല, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡയറക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതെ, ഞങ്ങൾ ചോദിക്കുന്നതല്ല മാഡം, അല്ലാതെ തന്നെ അമ്മമാരാണ് ആദ്യം കിടന്നു തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. പച്ചയ്ക്ക് പറഞ്ഞ ആളാണ് അദ്ദേഹം. ഒരു മാന്യനായ വ്യക്തി ആയതുകൊണ്ടാണ് ഒരു ടോക്കിന്റെ ഇടയിൽ, ഒരു സംവാദത്തിനിടയിൽ 3-4 പേര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ ഇയാളെ ഞെട്ടി അതൊരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം, അതൊരു വിഭാഗം ആളുകൾ അത് അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു ഗ്ലാമറസ് ഏരിയയിൽ അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയി അല്ലെങ്കിൽ ഒരു നായികയായി അല്ലെങ്കിൽ ഒരു പ്രസിദ്ധി ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വിഭാഗം ആളുകൾ. അതുകൂടാതെ ചില കുട്ടികളുണ്ട് സിനിമ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട്, ചിലപ്പം കലയോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ ഡാൻസിൽ പ്രാവീണ്യമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സംഗീതത്തിൽ പ്രാവീണ്യ ഉള്ളവരായിരിക്കാം. കാരണം സിനിമാ മേഖല എന്ന് പറയുന്നത് എല്ലാ കലയുടെയും കൂടെ ഒരു സമുച്ചയ കേന്ദ്രമാണ്. അപ്പോൾ എല്ലാ കലയിലും പ്രാവീണ്യം നേടിയിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു ഡയറക്ടറെ അടുത്ത് വന്ന് യൂസ് ചെയ്യപ്പെട്ട്, അതായത് പീഡിക്കപ്പെട്ടതിന് ശേഷം പുറത്ത് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു സ്ത്രീ ശബ്ദം ഉയർന്നു വരേണ്ടതല്ലേ? സ്ത്രീ ശബ്ദം ഉയർന്നു വരേണ്ടതാണ്. പക്ഷെ അതിനൊരു മറുഭാഗം കൂടെയുണ്ട്. ഇന്ന് സ്ത്രീ മറുഭാഗം പറഞ്ഞുതരാം. പറയാം. തുറന്ന സമൂഹത്തിലെ തലഹീനയായിട്ടുള്ള ഒരു സ്ത്രീ, അതെങ്ങനെയാണ്? സ്ത്രീ അബലയാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നതെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ അബലയല്ല, സ്ത്രീ പ്രബല തന്നെയാണ്. ഇതിനൊരു മറുവശം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഈ കല്യാണം കഴിക്കാനുള്ള പ്രായമായ പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും സമൂഹത്തിലുണ്ട്. ഇന്ന് ഏറ്റവും അധികം പെൺകുട്ടികളെക്കാൾ പീഡിതരാകുന്നത് ആൺകുട്ടികളാണ്. ആൺകുട്ടികളെ ആണുങ്ങളും പീഡിപ്പിക്കുന്നുണ്ട്, സ്ത്രീകളും ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് കുട്ടികളുടെ അമ്മമാര് തോരാ കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ട്. ഡാൻസുകാരനായ കുഞ്ഞിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആ രാത്രി തന്നെ ആ ഡാൻസുകാരനായ കുട്ടിയെ പീഡിപ്പിച്ചു. വഴങ്ങേണ്ടി വരികയാണ്, അല്ലെ നിർബന്ധമായിട്ട് വഴങ്ങുകയാണ്. ഇത് ആൺവിഭാഗത്തിൽ മാത്രം സംഭവിക്കും. അപ്പൊ അതല്ല ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ആ കുട്ടിക്കും മാനമുണ്ട്, ആണിനും മാനമുണ്ട്, അന്തസ്സുണ്ട്. കല്യാണം കഴിക്കണം. നിങ്ങൾ എന്താണ് പെണ്ണിന്റെ കാര്യം മാത്രം എടുത്തു പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകില്ല. ഇത് ഞാൻ തിരിച്ചും ചോദിക്കട്ടെ, അതായത് ആണിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞു ചേച്ചി. ആണിനെ പീഡിപ്പിക്കുന്നു, അതുപോലെ തന്നെ ആൺകുട്ടികൾ മറ്റു പലർക്കും വഴങ്ങേണ്ടി വരുന്ന ഒരു പ്രവണതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത് തന്നെ സ്ത്രീകളിൽ സംഭവിക്കുന്നില്ല? ഇതിൽ സ്ത്രീയെ പീഡിപ്പിക്കുന്നതായിട്ടുള്ള അത് നമ്മൾ അങ്ങനെ കേൾക്കുന്നില്ലല്ലോ. ആണിനെ പീഡിപ്പിക്കുന്നു, അപ്പൊ സ്ത്രീകളുടെ ഇടയിലും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഇപ്പൊ ആണിനെ പീഡിപ്പിക്കുന്നു എന്ന് ചേച്ചി പറഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീയെ പീഡിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടോ? സ്ത്രീയെ പീഡിപ്പിക്കുന്ന സമ്പ്രദായങ്ങളും ഉണ്ട്. പക്ഷേ ഈ ലോകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കലികാലമാണ്. ഇവിടെ ആരെ പീഡിപ്പിക്കുന്നു എന്നോ ഇവിടുത്തെ വിഷയം പീഡനങ്ങളാണ്, സർവത്ര പീഡനങ്ങൾ. അത് ആരെ പീഡിപ്പിക്കുന്നു? സ്ത്രീയെ പീഡിപ്പിക്കുന്നു, സ്ത്രീ പുരുഷനെ പീഡിപ്പിക്കുന്നു, പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കുന്നു.